താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്കാണ്. അടിവാരം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. റോഡ് നവീകരണത്തിനൊപ്പം 9ാം വളവിന് താഴെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണതാണ് ഗതാഗത കുരുക്കിന് കാരണം. അവധിയായതിനാൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്കും ഗതാഗത കുരുക്കിന് കാരണമായിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, താമരശ്ശേരി ചുരത്തിലെ കാഴ്ചയാണ് കാണുന്നത്. ഈ ഗതാഗത കുരുക്ക് ഏതുവരെ നീണ്ടു നിൽക്കുന്നതാണ്? അടിവാരം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. അതായത് അത്രയധികം രൂക്ഷമാണ് ഈ ഗതാഗത കുരുക്ക്. രാവിലെ ആരംഭിച്ചതാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് 6, 7, 8 വളവുകളിൽ ഈ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. മാത്രമല്ല രാവിലെ 9ാം വളവിൽ ഒരു മരം പൊട്ടി വീണിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഗതാഗത തിരക്ക് രൂക്ഷമാകുന്നത്. കൂടാതെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഈ കർണാടകയിലേക്കൊക്കെ വയനാട്ടിലേക്കൊക്കെ ആളുകൾ ഈ ചുരം വഴി യാത്ര ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓണത്തിന്റെ ഭാഗമായും ഒട്ടനവധി വിനോദസഞ്ചാരികൾ ഗുണ്ടൽപേട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വലിയ തിരക്ക് ചുരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്നുള്ളത് സ്മൃതി, ഈ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കൊക്കെ പകൽ സമയങ്ങളിൽ വിലക്കുണ്ട്. പക്ഷേ ആ വിലക്ക് ലംഘിച്ചും വാഹനങ്ങൾ ചുരം വഴി കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത് ഈ ആംബുലൻസുകളൊക്കെ സഞ്ചരിക്കുമ്പോഴാണ്. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ആംബുലൻസുകൾക്ക് വയനാട്ടിൽ നിന്നൊക്കെ വരേണ്ടതാണ്. ഇങ്ങനെ ഈ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോൾ ആംബുലൻസുകളും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ചുരത്തിലുള്ളത്. ഏതായാലും കുരുക്ക് അഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങളുടെ തിരക്കുണ്ട്, അടിവാരം വരെ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. സ്മൃതി, അഭിജിത്ത് മുഴക്കുന്നാണ് കാഴ്ചയും വിശദാംശങ്ങളും നൽകിയിരിക്കുന്നത്.